നമസ്കാരം. ഹമാസിനെ പിന്തുണച്ചതിന് പണി കിട്ടിയിരിക്കുകയാണ് ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിനിക്ക്. ഇന്ത്യയിലല്ല, അങ്ങ് US-ൽ. രഞ്ജനി ശ്രീനിവാസന്റെ വിസ US-കാർ റദ്ദാക്കി. തുടർന്ന് US-ൽ തുടരാനാവാതെ വന്നതോടെ US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ CBP ആപ്പ് ഉപയോഗിച്ച് US-ൽ നിന്ന് സ്വയം നാട് കടന്നിരിക്കുകയാണ് ഈ വിദ്യാർത്ഥിനി. കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷണ വിദ്യാർത്ഥി രഞ്ജനി ശ്രീനിവാസനാണ് ഈ കടുത്ത നടപടികൾക്ക് പിന്നാലെ രാജ്യം വിടാൻ നിർബന്ധിതയായിരിക്കുന്നത്. രാജ്യം വിട്ട് കാനഡയിലേക്കാണ് പെൺകുട്ടി പോയത്. എന്തായാലും ട്രംപ് ദിവസങ്ങൾക്ക് മുന്നേ അവതരിപ്പിച്ച സ്വയം നാട് വിടാനുള്ള CBP ആപ്പ് ഫലം കണ്ടു തുടങ്ങി. ഇതേ തുടർന്ന് US-ലെ ആഭ്യന്തര സുരക്ഷാ സെക്രട്ടറിയായ ക്രിസ്റ്റി നോം X-ൽ പ്രതികരിച്ചത് ഇങ്ങനെയാണ്: തങ്ങൾ വിസ നൽകുന്നത് പഠിക്കാനും ഇവിടെ താമസിക്കാനുമാണ്. ഏതായാലും പെൺകുട്ടി ചെയ്തത് നല്ല കാര്യമാണ്. അക്രമത്തിനും ഭീകരതയ്ക്കും പുറകെ പോകുമ്പോൾ വിസ റദ്ദാക്കേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത്തരത്തിൽ ഹമാസിനെ പിന്തുണച്ചവരിൽ ഒരാൾ സ്വയം നാടുകടത്താൻ CBP ഹോം ആപ്പ് ഉപയോഗിച്ചതിൽ തനിക്കേറെ സന്തോഷമുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. ഏതായാലും ആ ഇന്ത്യൻ വിദ്യാർത്ഥി സുരക്ഷിതമായി കാനഡയിൽ എത്തിയിട്ടുണ്ട്. അതിൽ നമുക്കും സന്തോഷിക്കാം. സമൂഹ മാധ്യമങ്ങളിലെല്ലാം ഈ പെൺകുട്ടിയുടെ വീഡിയോ വൈറലായിട്ടുണ്ട്. അല്ലെങ്കിലും പല രാജ്യങ്ങളിലെയും വിദ്യാർത്ഥികൾ പഠനത്തിനും മറ്റാവശ്യങ്ങൾക്കും വിദേശത്ത് പോയി അവിടുത്തെ ആഭ്യന്തര കാര്യങ്ങളിലെല്ലാം ഇടപെട്ട് പണി വാങ്ങാറുള്ളത് സ്വാഭാവികമാണ്, പ്രത്യേകിച്ച് ഇന്ത്യക്കാർ. അതൊക്കെ നിരന്തരം വാർത്തയാവാറുമുണ്ട്. എന്നാൽ അത്തരത്തിലൊരു ഇന്ത്യൻ വിദ്യാർത്ഥിനിക്ക് സംഭവിച്ചത് എന്താണെന്ന് നോക്കാം. പെൺകുട്ടിയുടെ പേര് രഞ്ജനി ശ്രീനിവാസ്. കൊളംബിയ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. കടുത്ത ജൂതവിരോധിയാണ് പെൺകുട്ടി. പഠിക്കാനും മിടുക്കിയാണ്. US-ലാണ് സംഭവം നടക്കുന്നത്. US-ലെ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. അതിന്റെ ഭാഗമായി ഭരണകൂടം വിദേശ വിദ്യാർത്ഥികളുടെ മേൽ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. അതേ തുടർന്ന് ഹമാസിനെ പിന്തുണച്ചെന്നാരോപിച്ചാണ് രഞ്ജനി ശ്രീനിവാസന്റെ വിസ US-കാർ റദ്ദാക്കിയത്. തുടർന്ന് US-ൽ തുടരാനാവാതെ വന്നതോടെ US-ൽ നിന്നും സ്വയം കാനഡയിലേക്ക് നാട് കടന്നിരിക്കുകയാണ് ഈ വിദ്യാർത്ഥിനി. അതിനുവേണ്ടി US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ CBP ആപ്പ് ഉപയോഗിച്ചാണ് രാജ്യം വിടാനുള്ള സന്നദ്ധത രഞ്ജനി അറിയിച്ചിരിക്കുന്നത്. US പ്രസിഡന്റ് ട്രംപ് അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുന്നതിനുള്ള നടപടികൾ കടുപ്പിച്ചതിനു പിന്നാലെ മാർച്ച് 10-നാണ് DHS CBP ആപ്പ് ഔദ്യോഗികമായി പുറത്തിറക്കിയത്. ഇതിലൂടെ വിസ റദ്ദാക്കപ്പെടുന്നവർക്ക് നാട് കടത്തപ്പെടാൻ തങ്ങൾ തയ്യാറാണെന്ന് ഈ ആപ്പ് വഴി അറിയാൻ കഴിയും. നിയമം അനുശാസിക്കുന്ന ശിക്ഷ ഒഴിവാക്കി ഏറ്റവും സുരക്ഷിതമായി മാതൃരാജ്യത്തേക്ക് മടങ്ങാനുള്ള വഴിയായാണ് US ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.